തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് ഭയം, എന്താ ഭയം എന്ന് നോക്കാം. എല്ലാവർക്കും ഭയമുണ്ട് ഈ ലോകത്തിൽ. ഒന്നല്ലെങ്കിൽ വേറൊരു വിധത്തിലുള്ള ഭയമുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ സാധിക്കുമെന്ന് നോക്കാം. ബൈബിൾ എന്ത് പറയുന്നു നോക്കാം. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളോട് നമ്മളെ തന്നെ സമർപ്പിച്ച് കൊടുത്താൽ ഭയമൊക്കെ മാറും. കർത്താവ് നമുക്കത് മാറ്റിത്തരും. കർത്താവിൻ്റെ ഹിതമല്ല നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ നമുക്ക് എന്തിനു ഭയപ്പെടുന്ന കർത്താവ് അത് നമുക്ക് നടത്തി തരും എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടറിയാം. എന്താണ് നമ്മുടെ മക്കളുടെ ഭാവി, എന്തായിത്തീരും, അവരുടെ പഠിത്തം എന്തായിത്തീരും, അവരുടെ അങ്ങനെ ഓരോ കാര്യങ്ങളും, നമ്മുടെ ജോലി, ഇനി മുന്നോട്ടുള്ള നമ്മുടെ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ഒരു കാര്യവും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ കരങ്ങളോട് നമുക്ക് സമർപ്പിച്ചാൽ ബൈബിൾ പറയുന്നു, യെശയ്യാവ് 41:10 പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിച്ച് ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കയ്യം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതിലപ്പുറം നമുക്ക് എന്തോ വേണ്ടി? ഇത്ര ശക്തമായിട്ട് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. 2 തിമോത്തിയോസ് 1:7 പറയുന്നു, വീരത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക്. അപ്പോൾ ആ ആത്മാവിനെ നേടുവാൻ നമുക്കിടയാകണം. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളോട്ട് ആത്മാവിനെ നേടാൻ വേണ്ടി നമുക്ക് സമർപ്പിച്ച് കൊടുക്കാം. ഫിലിപ്പിയർ 4:6 മുതൽ 7 വരെ പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, എല്ലാറ്റിലും പ്രാർത്ഥനയാൽ അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തിനെ അറിയിക്കത്രേ വേണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് കർത്താവിനെ അറിയിക്കണം. അപ്പോൾ സ്തോത്രത്തോട് അറിയിക്കുമ്പം നമുക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമുക്ക് കിട്ടും. അസമാധാനം, അസ്വസ്ഥത ലഭിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുകളെ കാക്കും. അത് ലഭിക്കുവാൻ കർത്താവ് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ആവർത്തനം 31:6 പറയുന്നു, ബലവും ധൈര്യവുമായിരിപ്പീൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും വരുത്, നിൻ്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കർത്താവിൻ്റെ ഓരോ വചനങ്ങളും നമുക്ക് അതിൽ ധ്യാനിച്ച് അതിൽ മുന്നേറുവാൻ, അതിൽ സമർപ്പിക്കാൻ ഇടയാകട്ടെ. യോശുവ 1:9 തന്നെ പറയും, നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. കർത്താവ് കൽപ്പിക്കുകയാണ്. സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട് 66:3, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കുക. അപ്പോൾ കർത്താവിൽ ആശ്രയിക്കുവാൻ, ആ ഭയം വിട്ടുമാറുവാൻ കർത്താവ് ഇടയാകട്ടെ. മത്തായി 10:28 പറയുന്നുണ്ട്, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. മർക്കോസ് 50:6-50 പറയുന്നു, എല്ലാവരും കർത്താവിൻ്റെ കരങ്ങളോട് നമുക്ക് സമർപ്പിക്കാം.